ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ആമിൻസ് കിച്ചൺ. നമുക്കിന്ന് നല്ല ഈസി ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. പാൻ നന്നായി ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് 3 ഏലക്കായും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കണം. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ചേർക്കണം. എരിവിനനുസരിച്ചിട്ടാണ് മുളക് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അടുത്തതായി ഒരു മീഡിയം സൈസ് സവാള നന്നായി കൊത്തി അരിഞ്ഞത് ചേർക്കുക. ഇതിലേക്ക് സവാള ഒന്ന് വഴന്നു വരാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായി മിക്സാക്കി സവാള വഴറ്റിയെടുക്കണം. സവാള ഹാഫ് കുക്ക്ഡായി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കണം. അടുത്തതായി മസാല ഐറ്റംസ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവ 3ഉം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി മസാല ഐറ്റംസ് വറുത്തെടുക്കണം. പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് കഴുകി അരിഞ്ഞു വെച്ച മഷ്റൂം ചേർക്കാം. മഷ്റൂം 250 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മഷ്റൂമിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. എപ്പോഴും മഷ്റൂമിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് അവസാനം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ചില മഷ്റൂമിൽ വെള്ളം ആവശ്യം ഉണ്ടാവില്ല. ചില മഷ്റൂമിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഒന്നുകൂടി മിക്സാക്കി നമ്മളൊരു 8-10 മിനിറ്റ് ഈ മഷ്റൂം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് മഷ്റൂം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് മിക്സാക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡിയാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റോസ്റ്റാണ്. ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഈ മഷ്റൂം റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.